അഗ്നിസാക്ഷി. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. കുളിക്കാനായി കുളക്കടവിലെത്തിയ 4 പേരുടെയും മുഖം നന്നായി വിടർന്നു. വിശാലമായ കുളം, നല്ല പച്ച കളറിലുള്ള തെളിഞ്ഞ വെള്ളം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വകാര്യത ഉറപ്പുവരുത്തുന്ന രീതിയിലായിരുന്നു കുളത്തിന്റെ നിർമ്മാണ ഘടന. പുരുഷന്മാരുടെ ഭാഗം കുറച്ചുകൂടി ആഴത്തിലാണുള്ളത്. ഇപ്പോഴും ഉപയോഗിക്കുന്നതാണെന്ന് വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പടികളിലിരുന്ന് കാല് വെള്ളത്തിലേക്കിട്ട് അർജുൻ. കുളത്തിലെ തണുത്ത വെള്ളത്തിന്റെ തണുപ്പ് അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. സ്വിമ്മിംഗ് പൂൾസിൽ കുളിക്കുന്നതിനേക്കാൾ കുളത്തിൽ കുളിക്കുന്ന ഫീല് മറ്റൊന്നു തന്നെയാണെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചു. അവർ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ശരീരം മുഴുക്കെ തണുപ്പ് വ്യാപിച്ചു. അർജുനൊന്ന് കോരിത്തരിച്ചു. അരയന്നങ്ങളെപ്പോലെ 4 പേരും ആ ജലാശയത്തിൽ നീന്തി കുളിച്ചു. ഡാ മതി, സമയം കുറയായി. വെള്ളത്തിൽ നീന്തിക്കുളിച്ചുള്ള എല്ലാ എനർജിയും പോയി. ഇനി വയറ്റിലേക്ക് വല്ലതും പറഞ്ഞു വിട്ടിട്ടാകാം. ശിവ പടവിലേക്ക് കയറി വയറ് തടവിക്കൊണ്ട് പറഞ്ഞു. കുറെ നേരമായി കുളത്തിലാണ്. നീന്തി തുടിച്ചും വെള്ളത്തിൽ കളിച്ചും എല്ലാവർക്കും നന്നേ വിശന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാവരും കുളത്തിൽ നിന്ന് തിരിച്ചു കയറി. ടർക്കി കൊണ്ട് തല തൂർത്തി കുളക്കടവിനോട് ചേർന്നുള്ള മർപ്പുരയിൽ കയറി വേഷം മാറി 4 പേരും. മറ്റുള്ളവർ ട്രാക്ക് പാൻറ്റും ടീഷർട്ടുമായിരുന്നെങ്കിൽ അർജുൻ ഒരു ബോക്സറും ടീഷർട്ടുമാണ് ധരിച്ചത്. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് രാവിലെ കണ്ട പെൺകുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അർജുനിലേക്ക് തിരികെ വന്നത്. അവളെ കാണാനുള്ള ധൃതിയിൽ അർജുൻ നടത്തത്തിന്റെ വേഗം കൂട്ടി. മനയ്ക്ക് 2 വാതിലുകളുണ്ട്. ആദ്യത്തേത് റോഡിലൂടെ, മറ്റൊന്ന് പടിപ്പുര വഴി. പടിപ്പുരയുടെ ഓപ്പോസിറ്റ് നെൽവയലുകളാണ്. നെൽവയലിന്റെ മധ്യത്തിൽ കൂടിയുള്ള വരമ്പിൽ കൂടി പോയാൽ വേഗം തന്നെ ബസ് സ്റ്റോപ്പിലെത്താം. അതുകൊണ്ട് തന്നെ നടന്നുള്ള യാത്രകൾക്ക് ഈ വഴിയാണ് മനയിലുണ്ടായിരുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മുന്നേ ഈ വയലുകൾ മംഗലത്ത് മനയുടെ ഭാഗമായിരുന്നു. ഭാഗം വെച്ചപ്പോൾ പതിച്ചു കിട്ടിയ അവകാശികൾ അത് വിറ്റു. സമയം ഏറെ നേരം പിന്നിട്ടതുകൊണ്ട് തന്നെ കൽമണ്ഡപത്തിലേക്ക് നോക്കിയ അർജുന് അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. ശി, അവൾ പോയോ? നിരാശയോടെ അവൻ മനയുടെ ഉള്ളിലേക്ക് കയറി. പൂമുഖത്ത് ചാരികസേരയിലായിരുന്ന വാസുദേവൻ അവരെ കണ്ടപ്പോൾ എഴുന്നേറ്റ് അവർക്കൊപ്പം അകത്തേക്ക് കയറി. രാത്രിയിൽ വന്നതുകൊണ്ട് തന്നെ മന അവർ വിശദമായി കണ്ടിരുന്നില്ല. വിശാലമായ സോപാനത്തോടു കൂടിയ നീളം വരാന്തിയിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുന്നത് അതിവിശാലമായ ഹാള് എന്നുവണ്ണം തോന്നിപ്പിക്കുന്ന ഒരു മുറിയിലേക്കാണ്. തറനിരപ്പിൽ നിന്നും കുറച്ച് ഉയരത്തിലായി മണ്ഡപം പോലെയാണ് അവ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അവിടെ പണ്ട് ഹോമങ്ങളൊക്കെ നടത്തിയിരുന്നതാണെന്ന് അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇനിയും കേട്ടു നിൽക്കാൻ ത്രാണിയില്ലാത്തതുകൊണ്ട് ശിവ 3നെയും വലിച്ച് ഊണുമുറിയിലേക്ക് കൊണ്ടുപോയി. അജുവിന്റെ കണ്ണും മനസ്സും ആരെയോ അപ്പോഴും തിരയുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ചമ്മന്തിയും സാമ്പാറുമായിരുന്നു. ഭക്ഷണമൊക്കെ നിങ്ങളുടെ സ്വാദിന് ഒക്കുന്നതാണോന്നറിയില്ല. എന്റെ കുട്ടി ഉണ്ടാക്കിയതാണേ. ഉച്ചക്കലത്തെ കൂടി ഉണ്ടാക്കി വെച്ചിട്ട് ആളൊരു ഇന്റർവ്യൂവിന് പോയേക്കുവാ, വാസുദേവൻ അവരോട് പറഞ്ഞു. അവന്റെ മുത്തശ്ശി ഉണ്ടാക്കും പോലെയുള്ള ഇഡലിയുടെയും ചമ്മന്തിയുടെയും സാമ്പാറിന്റെയും സ്വാദ് അജുവിന് നന്നേ ഇഷ്ടപ്പെട്ടു. അവൻ നന്നായി ആസ്വദിച്ചുകൊണ്ട് തന്നെ അത് കഴിച്ചു. അങ്കിളിന്റെ മോളെന്ത് ചെയ്യുന്നു? ആദ്യ കൗതുകത്തോട് ചോദിച്ചു. രാവിലെ കണ്ട പെൺകുട്ടിയാകും ഈ പറഞ്ഞ മകളെന്ന് അർജുൻ ആദ്യം തന്നെ മനസ്സിലായി. കുട്ടി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. കുറച്ച് കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുമുണ്ട്, വാസുദേവൻ അഭിമാനത്തോടെ പറഞ്ഞു. ആഹാ, ആ കുട്ടിയാണോ അപ്പൊ രാവിലെ അവിടെ നൃത്തം പഠിപ്പിച്ചത്? ആദരവ് ചോദിക്കുന്നത് കേട്ട് അർജുൻ ഞെട്ടി. അവന്റെ മുഖത്തേക്കും വാസുദേവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഇവന് അവളെ കണ്ടിരുന്നോ? അജുവിന്റെ മനസ്സ് ആദർവിനോട് പരിഭവിച്ചു. ഓവ്, മോളാണ്. പിന്നെ അവളുടെ കൂട്ടുകാരിക്കുട്ടിയും കൂടി ഉണ്ടാകും. രണ്ടാളും ചേർന്നാ നൃത്തം പഠിപ്പിക്കലൊക്കെ, വാസുദേവൻ ആദർവിനോടായി പറഞ്ഞു. അങ്കിൾ, ഞങ്ങൾക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണണം. പിന്നെ ആ ഔട്ട് ഹൗസും വിശദമായിട്ട് കണ്ടിട്ട് വേണം ഫർദർ പ്ലാൻസ് ഒക്കെ തയ്യാറാക്കാൻ, ശിവ വാസുദേവനോടായി പറഞ്ഞു. അതിനെന്താ മോനെ, കഴിച്ചിട്ട് വാ, വിശദമായി കാണിച്ചു തരാം. വാസുദേവൻ സന്തോഷത്തോടെ അവരെ നോക്കി. ഫിനാൻസിൽ ഇന്റർവ്യൂവിന് പോയി വരുന്ന വഴി മിത്തുവിനെ കാണാൻ കയറിയതാണ് ദേവു. ഡി, പോയ കാര്യം എന്തായി? മിത്തു ആകാംക്ഷയോടെ തിരക്കി. അത് ഓക്കെ ആയിടി, വൈശാഖേട്ടൻ പറഞ്ഞു വെച്ചതായിരുന്നു അവിടെ നേരത്തെ തന്നെ, ദേവു മിത്തുവിനോട് പറഞ്ഞു. അവരൊക്കെ എത്തിയോ? എങ്ങനെയുണ്ട് ആൾക്കാര്? ഇന്നലെ രാത്രിയിലെത്തി. ദേവു അത്ര താല്പര്യമില്ലാത്ത പോലെയാണ്. നീ അവരോട് സംസാരിച്ചോ?
നല്ല ആൾക്കാരാണോ? മിഥുവിന് ആകാംക്ഷ കൂടുതലാണ്. എനിക്കറിയില്ല. ഞാൻ അവരുടെ മുമ്പിൽ പോയില്ല. ഏത് ടൈപ്പ് ആൾക്കാരാണെന്ന് ആർക്കറിയാം? ദേവു അത്ര താല്പര്യമില്ലാത്ത പോലെ പറയുന്ന കേട്ട് മിഥു അന്തിച്ചു. ആ വിഷയം കൂടുതൽ സംസാരിക്കുന്നത് ദേവുവിന് ഇഷ്ടമില്ലെന്ന് മിഥുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഒരു സംസാരം അവിടെ വെച്ച് നിർത്തി അവൾ. ഇന്ന് ഏട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മയും ഉണ്ണിയേട്ടനെയും കാണാൻ ആശ്രമത്തിൽ പോയെന്ന്. മിഥു പെട്ടെന്ന് ഓർത്തെന്ന പോലെ പറഞ്ഞു. വൈശോട്ടൻ എന്നെ വിളിച്ചിരുന്നൂടി. അമ്മയും ഏട്ടനെയും കണ്ട വിശേഷങ്ങൾ പറഞ്ഞു. ആശ്രമത്തിലെ വിശേഷം എന്നിട്ട് എന്തു പറഞ്ഞു? മിഥു ആകാംക്ഷയോടെ തിരക്കി. രണ്ടാളുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അതൊരു പോസിറ്റീവ് സൈനാണെന്നാ സ്വാമി പറയുന്നത്. പിന്നെ ഒഴിച്ചിലും പിഴിച്ചിലും ധാരയും ഒക്കെ നടക്കുന്നുണ്ട്. ഏട്ടന്റെ വിരലുകൾ ചെറുതായി അനങ്ങി തുടങ്ങിയെന്നും വൈച്ചോട്ടൻ പറഞ്ഞു. എന്റെ മഹാദേവ, എല്ലാം പഴയ പോലെ ആയാ മതി. എന്റെ ഏട്ടനും അമ്മയും പഴയ പോലെ ആരോഗ്യത്തോടെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ദേവു പ്രത്യാശയോടെ പറയുകയാണ്. എല്ലാം പഴയ പോലെ ആകൂടി, നീ വിഷമിക്കണ്ട. ഈ മാറ്റങ്ങളൊക്കെ ഒരു നല്ല തുടക്കമല്ല. മിത്തു പറയുമ്പോൾ ദേവുവിലും അതേ പ്രതീക്ഷ തന്നെയാണ്. നീ അപ്പോൾ ഈ തവണ ബി.എഡ് ചെയ്യുന്നില്ലേ? കുറച്ച് നിമിഷത്തെ മൗനത്തിനൊടുവിൽ മിത്തു അവളോടായി ചോദിച്ചു. ഇല്ലടാ, ഡിസ്റ്റൻസായി PG ചെയ്യാന്നാ കരുതുന്നേ. നൃത്തം പഠിപ്പിച്ചു കിട്ടുന്നതൊന്നും ആകില്ല. ഇനി മറ്റൊരു വീട് നോക്കണ്ടേ? അതുകൊണ്ടാ ഈ ജോലിക്ക് പോകാന്ന് കരുതുന്നേ. 1 വർഷം പഠിക്കാതെ കളയണ്ടല്ലോ എന്ന് കരുതിയാ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ദേവു അവളുടെ മനസ്സിലെ തീരുമാനം മിഥുവിനോട് പറഞ്ഞു. അവളുടെ മുഖം മങ്ങി. എന്തിനാ ദേവ് നീ ഇങ്ങനെ ദുരഭിമാനം കാണിക്കുന്നത്? പൈസയുടെ കാര്യം ഓർത്തിട്ടില്ലേ നീ പഠിക്കാത്തെ? വൈശുവായിട്ട് നിന്റെ ഫീസൊക്കെ അടയ്ക്കാന്ന് പറഞ്ഞില്ലേ? താമസമാണെങ്കിൽ നിനക്ക് നമ്പൂരിയച്ഛനും ഞങ്ങളുടെ കൂടെ മാറാമല്ലോ. മിത്തു കുറച്ച് വിഷമത്തോടെ ചോദിച്ചു. അത് ദുരഭിമാനമല്ലടി, എന്റെ ആഗ്രഹമാണ്. വൈശോട്ടനും മാഷും എന്തിന്, നീ ഉൾപ്പെടെ ഞങ്ങളെ എല്ലാ രീതിയിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്യാവുന്നത് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ? ഞാൻ ചെയ്തോളാം. ഇനി ആവശ്യമുണ്ടാവുമ്പോൾ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെങ്കിൽ ഞാൻ ആദ്യം അങ്ങോട്ട് തന്നെയാകും വരുന്നത്. അല്ലാതെ എനിക്ക് വേറെ ആരടി ഉള്ളത്? ദേവു ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഓ മതി മതി, നീ ചെല്ല്. ദേവുവിന്റെ ആ തീരുമാനം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ മിതു പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കേടി, അപ്പൊ നാളെ കാണാം. ദേവു വാച്ചിൽ സമയം നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉച്ചയൂണ് കഴിഞ്ഞ് ഉമ്മറത്തെ ചാരുകസേരയിലായി കണ്ണുകൾ അടച്ചു കിടക്കുവാണ് വാസുദേവൻ. അപ്പോഴാണ് 4 സംഘം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നത്. അങ്കിൾ, എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണണം. വിരോധം വല്ലതുമുണ്ടോ? അജു അദ്ദേഹത്തോട് വിനയത്തോടെ ചോദിച്ചു. അയ്യോ ഇല്ല കുഞ്ഞെ, വരൂ. ആദ്യം താഴത്തെ അറകളൊക്കെ കാണിച്ചു തുടങ്ങിയാ പോരെ? വാസുദേവൻ സംശയത്തോടെ ചോദിച്ചു. അതല്ലേ നല്ലത്, നമുക്ക് കണ്ടു കണ്ടു പോകാം. ശിവ സരസമായി പറഞ്ഞു. വന്ന് കയറിയത് രാത്രിയിലായതുകൊണ്ടും ബിഷപ്പിന്റെ വിളി അതികഠിനമായതുകൊണ്ടും മനയോ അതിന്റെ ഭംഗിയോ ഒന്നും ആരും കാര്യമായി ശ്രദ്ധിച്ചില്ല. വിശാലമായ ഉമ്മറവും കൊത്തുപണികളാൽ വിസ്മയം തീർത്ത തൂണുകളും മച്ചുമൊക്കെ അജു വിസ്മയത്തോടെ നോക്കി. എത്ര വർഷത്തെ പഴക്കമുണ്ടാകും അങ്കിൾ ഈ മനയ്ക്ക്? അജു അതേ കൗതുകത്തോടെ തിരക്കി. കുറഞ്ഞത് 100 വർഷമെങ്കിലും ഉണ്ടായിരിക്കും മോനെ. വാസുദേവനും അതത്ര ഉറപ്പില്ല. ഉമ്മറത്ത് നിന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഹാള് പോലെ വിശാലമായ ഒരിടത്തേക്കാണ്. അവിടെ ഒരു വശത്തെ ഭിത്തിയിലായി പഴയ കാരണവന്മാരുടെയൊക്കെ ചിത്രങ്ങൾ തൂക്കിയിട്ടുണ്ട്. ചിലതൊക്കെയും എണ്ണച്ചായങ്ങൾ കൊണ്ട് വരച്ചവയാണ്. ഹാളിൽ നിന്നും നേരെ കാണുന്നത് ആദ്യത്തെ നടുമുറ്റമാണ്. ഒത്ത നടുക്ക് തുളസിത്തറയും മുല്ലപ്പന്തലും. വന്ന സമയം അനുഭവപ്പെട്ട മുല്ലപ്പൂ വാസനയുടെ ഉറവിടം ഇവിടെ നിന്നാണെന്ന് അജുവിന് മനസ്സിലായി. രണ്ടാമത്തെ നടുമുറ്റത്തോട് ചേർന്നാണ് വിശാലമായ പൂജാമുറി. 2 കിടപ്പുമുറികളായിരുന്നു താഴെ ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ചെറിയ അറകളായതുകൊണ്ട് വലിയ സൗകര്യങ്ങളില്ല. അവയിൽ ചിലതൊക്കെ സ്റ്റോർ റൂം പോലെ ഉപയോഗിക്കുന്നുണ്ട്. അടുക്കളയും ഊണുമുറിയും വിശാലമായിരുന്നു. അടുക്കളയിൽ നിന്നും വെള്ളം കോരാവുന്ന തരത്തിൽ ഒരു കിണറുമുണ്ട്. പഴമ നഷ്ടപ്പെടാതെ താഴത്തെ നില അതിമനോഹരമായി ആധുനിക വൽക്കരിച്ചിരിക്കുന്നു. താഴത്തെ നിലയിലെ ബെഡ്റൂം കാണുവാൻ വന്നതാണ് എല്ലാവരും. ഇതെന്റെ മുറിയായിരുന്നു. ഭാര്യയും മകനും ചികിത്സയ്ക്ക് പോകും മുന്നേ ഇവിടെയായിരുന്നു കിടന്നത്. വാസുദേവൻ ഒരു മുറി കാട്ടിക്കൊണ്ടു പറഞ്ഞു. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഉണ്ടെന്നൊഴിച്ചാൽ അവിടെ മറ്റു പ്രത്യേകതകളൊന്നുമില്ല. എങ്കിലും അടുക്കും ചിറ്റോടും കൂടി ആ മുറി വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. വിശാലമായ ഒരു തടിയലമാരിയും
ഒരു തടിമേശയുമുണ്ട്. മേശയുടെ പുറത്തായി എണ്ണക്കുപ്പികളും മരുന്നും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവർ അടുത്ത മുറിയിലേക്ക് കടന്നു. പുറത്തുനിന്നും വെറുതെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് ആ മുറി. മുകളിലത്തെ നിലയിലേക്കുള്ള പടവുകൾ കയറുവാൻ ആ മുറിയോട് ചേർന്നാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തിനോ അർജുന്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി. അവൻ കണ്ണുകളടച്ച് ശ്വാസമൊന്നു വലിച്ചുവിട്ടു. അപ്പോഴേക്കും പൂട്ടിയിട്ട മുറി തുറന്നു വഴി. വാസുദേവൻ. ചന്ദനത്തിന്റെയും കർപ്പൂരത്തിന്റെയും സമ്മിശ്ര ഗന്ധം അവനെ പൊതിഞ്ഞു. അവൻ ആഞ്ഞൊന്ന് നിശ്വസിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി. കുറച്ചുകൂടി വിശാലമായ ഒരു മുറിയായിരുന്നത്. ഒരു വൈറ്റ് ടീം റൂം. ഒരു വശത്തായി മൺകലത്തിൽ കുറച്ചധികം മയിൽപ്പീലികൾ സ്ഥാനം പിടിച്ചിരുന്നു. അർജുൻ ആ മയിൽപ്പീലിത്തണ്ടുകളിലൂടെ ഒന്ന് വിരലോടിച്ചു. ഒരു സൈഡിലായി കാണുന്ന മനോഹരമായ കുഞ്ഞു ഷെൽഫിലായി നിറയെ ഇംഗ്ലീഷ് മലയാളം ഭാഷയിലായി പുസ്തകങ്ങൾ സ്ഥാനം പിടിച്ചിരുന്നു. നിറയെ കൊത്തുപണികളുള്ള കട്ടിലിന് മുകളിലായി വെളുത്ത നിറത്തിലുള്ള വല സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരു ടേബിളിലായി കുപ്പികളിൽ മഞ്ചാടിയും കുന്നിക്കുരുവും. ഒരു സ്റ്റാൻഡിലായി നിറയെ പല വർണ്ണത്തിലുള്ള കുപ്പിവളകളും നോട്ട് ബുക്കുകളും പെൻ ഹോൾഡറുകളും ഒക്കെ ഭംഗിയിൽ വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. വൈറ്റ് നിറത്തിൽ തന്നെയുള്ള ഷീറ്റും പില്ലോ കവറും ബെഡിന് മുകളിലായി വൃത്തിയായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. ഭിത്തിയിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് ഫ്രെയിം ചെയ്തിരിക്കുന്നത് കണ്ട അർജുൻ അതിലേക്ക് നോക്കി. ഇത് മോളുടെ മുറിയാ, അവളുടെ പരിപാടിയാ ഇതെല്ലാം, വാസുദേവൻ പറഞ്ഞു. ആ റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിലായി നല്ല ഭംഗിയിൽ ബോട്ടിലുകളായി കറ്റാർവാഴയും പല ടൈപ്പ് മണി പ്ലാന്റ് ചെടികളും വളർത്തുന്നുണ്ട്. ഒരു വള്ളിയിലായി പിച്ചിച്ചെടിയും സമൃദ്ധമായി പടർന്നു കയറുന്നു. അവിടെയെല്ലാം പിച്ചിപ്പൂവാസന പരന്നിരുന്നു. എല്ലാവരും ഇറങ്ങിയ ശേഷമാണ് അജു അർത്ഥ മനസ്സുമായി മുറിയിൽ നിന്നിറങ്ങിയത്. ആ മുറിയുടെ ബാൽക്കണി ഡോർ അടച്ചില്ലെന്ന് ഓർമ്മ വന്നതും പടവുകൾ കയറാൻ തുടങ്ങുമ്പോഴാണ്. ഡോർ അടിച്ചിട്ട് വന്നപ്പോഴേക്കും മറ്റുള്ളവർ മുകളിലേക്ക് പോയത്. വേഗത്തിൽ മുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ആരോ ഒരാളുമായി കൂട്ടിമുട്ടി അവൾ താഴേക്ക് പതിക്കാൻ തുടങ്ങിയത്. വീഴാൻ പോയി അവളെ തന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് അജു താങ്ങി നിർത്തി. ദേവു ആകെ ഭയന്നുപോയി. തന്റെ മുറിയിൽ അപരിചിതനായ ഒരുവൻ. അവന്റെ ഗന്ധം. തന്നെ താങ്ങി നിർത്തിയിരിക്കുന്ന അവന്റെ കൈകളിലേക്കും കണ്ണുകളിലേക്കും ദേവു ഒന്നു നോക്കി. അതേസമയം അജുവിന്റെ മിഴികളും അവളിലായിരുന്നു. സമുദ്രത്തിന്റെ ആഴം ഒളിപ്പിച്ചു വെച്ച ആ വിടർന്ന പീലി കണ്ണുകൾ. അവളുടെ കണ്ണുകളുടെ ആഴങ്ങളിൽ താൻ തളയ്ക്കപ്പെട്ടതുപോലെ അജുവിന് തോന്നി. അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിക്കാൻ പോലും കഴിയാതെ അജു ഒരു നിമിഷം അവളെ തന്നെ സ്റ്റക്കായിപ്പോയി. ആരോ പിടിച്ച് തള്ളുന്നതുപോലെ തോന്നിയപ്പോഴാണ് അവൻ മായാലോകത്തു നിന്നും തിരിച്ചു വന്നത്. അവൻ അവളിൽ നിന്നും കൈകൾ വിട്ട് കാറ്റിന്റെ വേഗതയിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവൾ തെല്ല് ദേഷ്യത്തോടെ മുറിയുടെ വാതിൽ കൊട്ടിയടച്ചു. അപ്പോഴും തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അർത്ഥം അജു ചികയുകയായിരുന്നു. അവളുടെ ആ പ്രവൃത്തി അജുവിനെ അത്ഭുതപ്പെടുത്തി. അവളുടെ ദേഷ്യഭാവം കണ്ടാൽ അവളെ ഞാൻ കയറി പിടിക്കാൻ പോയതുപോലെയുണ്ട്. അബദ്ധത്തിലൊന്ന് വീണതിനാണ്. ഓ, ഈ സാധനത്തിനെയാണല്ലോ ഇന്നലെ കാണാൻ കൊതിച്ചത്. അജുവിന് അവളോട് ദേഷ്യം നിറഞ്ഞു. അജു മുകളിലേക്കുള്ള തടിപ്പടികൾ വേഗത്തിൽ ഓടിക്കയറി. മുകളിലത്തെ ഹോളിലായിരുന്നു വാസുദേവനും ചെക്കന്മാരും. നീ ഇതെവിടെ പോയത് അജു? അവന്റെ അത്ര പന്തിയില്ലാത്ത മുഖം കണ്ട് ആദി തിരക്കി. ഞാൻ ഞാൻ വെള്ളം കുടിക്കാൻ, അജു പറഞ്ഞത് ആദ്യം അവനെ ഒന്ന് അടിമുടി നോക്കി. പിന്നീട് അന്നത്തെ ദിവസം അവളെ കണ്ടതേയില്ല അജു. അവൻ അതിന് ശ്രമിച്ചതുമില്ല എന്നതാണ് സത്യം. പിറ്റേന്ന് രാവിലെയും പതിവ് പോലെ താളത്തിൽ ചലിക്കുന്ന ചിലങ്കകളുടെ ശബ്ദമാണ് അജുവിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്. രാവിലെ തന്നെ നാഗവല്ലി ഉണർത്തിയിട്ടുണ്ട്. ഇന്നലത്തെ പരിഭവം മനസ്സിൽ നിന്നൊഴിയാതെ അവൻ സ്വയം പറഞ്ഞു. തൊട്ടടുത്ത് കിടന്നവനെ നോക്കിയപ്പോൾ അവിടെ ശൂന്യമാണ്. അവൻ ഫോണിൽ നോക്കിയപ്പോൾ സമയം കാലത്ത് 9 മണി. ഇത്ര നേരം ഞാൻ ഉറങ്ങിയോ? അജു അതിശയത്തോടെ ഓർത്തുപോയി. കുളത്തിൽ പോയി കുളിക്കാനോ ജോഗിങ്ങിന് പോകാനോ തോന്നാഞ്ഞത് കൊണ്ട് അവൻ വേഗം ബാത്റൂമിൽ കയറി. ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ കണ്ടു വാസുദേവനോട് പൂമുഖത്തായി ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന 3 അംഗ സംഘത്തെ. ഗുഡ് മോർണിംഗ് അജു, നീ എഴുന്നേറ്റോ? ഞാൻ നിന്നെ വിളിച്ചിരുന്നു, പക്ഷെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി. ആദ്യം അവനെ വിഷ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ആണോ? എനിക്കൊന്നും ഓർമ്മയില്ലാതെ. ആദ്യയോട് സംസാരിക്കുന്നതിനിടയിൽ കൽമണ്ഡപത്തിലേക്ക് പാളി നോക്കുന്നുണ്ട് അജു. അപ്പോഴേക്കും ദേവു അകത്തു നിന്നും ഉമ്മറത്തേക്കെത്തി. അജുവിന്റെ കണ്ണുകൾ ദേവുവിൽ തങ്ങി നിന്നു.
അവളുടെ വില്ല് പോലെ വളഞ്ഞ പുരികക്കൊടികളിൽ നടുവിലായിട്ടുള്ള കറുത്ത കുഞ്ഞിപ്പൊട്ടിൽ, ചന്ദനക്കുറിയിൽ, മഷി എഴുതാത്ത വിടർന്ന പീലിക്കണ്ണുകളിൽ, നീണ്ട നാസികയിൽ, കുഞ്ഞു മൂക്കുത്തിയിൽ. നോട്ട് അവസാനം അവളുടെ ചെഞ്ചുണ്ടിലേക്ക് എത്തിയതും അവൻ തല വെട്ടിച്ചു മാറ്റി. അവൾ അവനെ നോക്കുന്നതേയില്ല. ദേവുട്ടി, ജോലിക്ക് പോകാൻ റെഡിയായോ? അദ്രുവിന്റെ ദേവുവിനോടുള്ള സ്നേഹത്തോടെയുള്ള ചോദ്യം അജുവിനെ തെല്ല അത്ഭുതപ്പെടുത്തി. ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് സ്നേഹത്തോടെ പറയുന്നവളെയും അച്ഛനോടും അജു ഒഴികെയുള്ള മൂന്നാളോടും യാത്ര പറഞ്ഞ് അവൾ വേഗത്തിൽ പടിപ്പുരയുടെ പടികളിറങ്ങി പോകുന്നത് അവൻ കണ്ടു. അവൾ തന്നെ മാത്രമാണ് അവഗണിക്കുന്നത് അവന് മനസ്സിലായി. അവൻ അവളോട് ദേഷ്യവും പരിഭവവും ഒരുപോലെ തോന്നി. ഇങ്ങനെ മനഃപൂർവ്വം അവഗണിക്കാൻ മാത്രം എന്താകും കാരണം? അവളുടെ അവഗണനയുടെ ഉത്തരം അധികം വൈകാതെ തന്നെ തേടിയെത്തുമെന്നറിയാതെ അവനോട് ചിന്തിച്ചു നിന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. 4 പേരും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അജു ഒഴികെയുള്ള മൂവർ സംഘത്തോട് ദേവു ഒരുപാട് അടുത്തു. അഗ്നിയും വൈശാഖിനിയും പോലെ അജു ഒഴികെയുള്ള 3 പേർക്കും അവൾ. പക്ഷെ അജുവിനോട് ഒരു തരത്തിലുള്ള അടുപ്പവും അവൾ കാണിച്ചില്ല. അർജുനിൽ അവളുടെ പ്രവൃത്തി നന്നായി വിഷമമുണ്ടാക്കി. കുറെ ആയപ്പോഴേക്കും അർജുന്റെ മനസ്സ് സഹി കെട്ടു തുടങ്ങി. അവൾക്ക് എല്ലാരോടും സംസാരിക്കാം, കൂട്ടുകൂടാം. എന്നോട് മാത്രം എന്താ ദേഷ്യം? അവൻ സ്വയം ചോദിച്ചു. അർജുൻ സായിറാമിന്റെ ഒറ്റ നോട്ടത്തിനായി പോലും ഒരുപാട് പെൺകുട്ടികൾ കാത്തു നിൽക്കുമ്പോൾ അവനെ ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിക്കാത്ത ഒരുവൾ. അവൾ നിന്നോട് അടുപ്പം കാണിക്കാത്തത് കൊണ്ട് നിനക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സ് മറ്റൊരു ചോദ്യം ചോദിച്ചപ്പോ ഉത്തരം അറിയാതെ അജു പിന്നെയും കുഴങ്ങി. എങ്കിലും അത് അവളോട് ചോദിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. താഴേക്കിറങ്ങി ചെന്നപ്പോൾ കണ്ടു മുറ്റത്തെ അഴയിലായി തുണികൾ വിരിക്കുന്നവളെ. അടുത്തേക്ക് ചെന്ന് അവളുടെ കൈത്തുടയിലായി മുറുകെ പിടിച്ചുകൊണ്ട് തനിക്ക് അഭിമുഖമായി ദേവുവിനെ അജു നിർത്തി. കൈന്ന് വിടടോ. അവൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോട് അവനെ നോക്കി പറഞ്ഞു. ഞാൻ നിന്നെ പിടിച്ചോണ്ടിരിക്കാൻ വന്നതല്ല. എനിക്കറിയണം നിനക്ക് എന്നോട് മാത്രമുള്ള ദേഷ്യത്തിന്റെ കാരണം എന്താണെന്ന്. പറയൂ ദേവാർത്തന. അവളുടെ ദേഷ്യത്തോടെയുള്ള സംസാരവും പിന്നെയും അവനെ ചൊടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവൻ അവളോട് അതേ ദേഷ്യത്തിൽ പറയുകയാണ്. ചേ, വിടന്നെ. നിങ്ങളെന്നെ തൊടരുത്. എനിക്ക് നിങ്ങളെ വെറുപ്പാണ്. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിങ്ങളെയാണ്, മിസ്റ്റർ അർജുൻ സായിറാം. വന്നേക്കരുത് എന്റെ മുമ്പിൽ നിങ്ങൾ. അതീവ ദേഷ്യത്തിൽ ഒരുവൾ. അവളുടെ ആ വാക്കുകളിൽ അവളുടെ കൈത്തുടമേലുണ്ടായിരുന്ന അവന്റെ പിടിയഴിഞ്ഞു. അവന്റെ ഹൃദയം അവളുടെ വാക്കുകളാൽ തകർന്നു വീണു. അവിടെ നിന്ന് അവൾ പോയിട്ട് അവന്റെ മനസ്സിൽ ആ ചോദ്യം അവശേഷിച്ചു. ഇത്രയേറെ തന്നെ വെറുക്കാൻ മാത്രം എന്ത് കാരണമാകും അവൾക്കുണ്ടാകുക? തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കഥയെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.